വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ വീക്കെൻഡ് ആയെങ്കിൽ മെയിനത്തെ ഫസ്റ്റത്തെ ഒരു പരിപാടിയാണ് നമുക്ക് ചായ കുടിക്കാൻ പോലെ. എൻ്റെ എല്ലാ വീഡിയോസിലും ചായ കുടിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടാവും. അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ ഈവനിങ് ടൈം വൈകുന്നേരമാണ് പുറത്ത് പോകാൽ. നമ്മൾ വൈകുന്നേരമാണ്, അതുകൊണ്ടാണ് എപ്പോഴും ചായ കുടിക്കാൻ പോകുന്നത്. മുന്നേ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടതിന് ഞങ്ങളെ റൂം കുറച്ച് വേറൊരു ലൊക്കേഷനിലുണ്ടായിന്. അപ്പോൾ ആടെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ തുമ്മാമയിലേക്ക് വെറുതെ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ ഒപ്പമെല്ലാം വന്നുകൊണ്ടതിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഒരു അടിപൊളി ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ലൊക്കേഷനായിട്ട് തുമ്മാമ മുന്നേ മാറിന്. അങ്ങനെ ഞങ്ങൾ തുമ്മാമയിൽ പറഞ്ഞു വന്ന ചായൻ്റെ കഥ. ഇങ്ങനെ അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഫുർജാനിൽ എല്ലാ ഫുർജാനിലും നല്ല ചായയും നല്ല സ്നാക്സും കിട്ടും. അപ്പോൾ വൈകുന്നേരം എല്ലാം അവിടെ പോയെങ്കിലും മറ്റേ ചില്ലിൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഇഷ്ടംപോലെ സ്നാക്സും വെച്ചിട്ട് നല്ല അടിച്ച് പതിപ്പിച്ചെടുത്ത ചായ കിട്ടും. എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ആ വൈകുന്നേരം അടുത്തൊരു ചായയും സ്നാക്സ് എല്ലാം ആയിട്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു മൂഡാവും. അവിടെ ഭയങ്കര ഹാപ്പി എനർജറ്റിക് എല്ലാം ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇഷാക്ക് എപ്പോൾ പോയെങ്കിലും പഴംപൊരിയാണ് അവിടെ പോയെങ്കിൽ. ഓൾക്ക് എന്ത് സ്നാക്സ് പറഞ്ഞെങ്കിലും ഓൾ ഫസ്റ്റ് ചൂസ് ആക്കൽ പഴംപൊരി. അപ്പം ഞാൻ അങ്ങനെ ആക്കലില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല പഴംപൊരി. ഇഷ്ടമുണ്ട്, എപ്പോൾ ഇങ്ങനെ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ വേറെ 2 ഐറ്റംസാണ് അവിടുന്ന് വാങ്ങിയത്. മറ്റേ മുട്ട എല്ലാം വെച്ചിട്ടുള്ള ഒരു പൊതിയും പിന്നെ ബീഫ് ഫില്ലാക്കിയ ഒരു സംഭവമാണ് ഞാൻ അവിടുന്ന് എടുത്തത്. ഇത് കഴിച്ചുകൊണ്ടാകുമ്പോൾ നമ്മൾ മുമ്പ് അവിടുന്ന് ഒരു റാപ്പ് കഴിച്ചുകൊണ്ടായി, ഒരു ഷവർമ പോലത്തെ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ടോപ്പിക്ക് വന്നു. അപ്പോൾ അത് മുന്നേ കഴിച്ചിട്ടാകുമ്പോൾ ഒരിക്കൽ 2 വട്ടം എന്തോ കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ അതിന് ശേഷം അവിടുന്ന് കഴിച്ചിട്ട് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ നംഷി എന്താക്കി പോയിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇത് കഴിക്കുന്നതിന് മുന്നേ ആണ് ഈ ഒരു ടോപ്പിക്ക് വന്നത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സ്നാക്സ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ സ്റ്റൊമക്ക് ഫുള്ളായി, അത് കഴിക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരാട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലാണ് സെർവ് ആക്കിയ. പക്ഷെ ഞങ്ങൾ ആ പ്ലേറ്റും കൊണ്ട് മെല്ലെ പുറത്തിറക്കി. എന്തെങ്കിലും കുറച്ചിങ്ങനെ റൗണ്ട് ഇട്ടിട്ടെല്ലാം നമുക്ക് എന്തായാലും വിശക്കുമല്ലോ. ആ വിശക്കുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും വാങ്ങുന്നതിനായിട്ട് ബെറ്റർ ഈ വാങ്ങിയത് തന്നെ കഴിക്കാമെന്ന്. അപ്പം ഞങ്ങളുടെ റൂമുള്ളത് തുമ്മാമ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ, നമ്മളെ വേൾഡ് കപ്പ് എല്ലാം നടന്ന സ്റ്റേഡിയത്തിൻ്റെ അടുത്ത്. അപ്പം അതിൻ്റെ അപ്പുറത്തെല്ലാം ഓടിയിട്ടാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ കുറച്ച് അങ്ങോട്ട് തന്നെ ആയിട്ട് ഒരു ഓപ്പൺ പാർക്ക് ഉണ്ട്. ഓപ്പൺ പാർക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർക്ക് ജസ്റ്റ് സ്ട്രീറ്റിൻ്റെ സൈഡ് തന്നെ. എത്ര വട്ടം പോകുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ എത്തിയിട്ടാ. കാണലുണ്ട് പക്ഷെ അടുത്തേക്ക് എത്തിയിട്ടാ. ഒന്ന് മെയിൻ കാരണം അവിടെ കിഡ്സ് പ്ലേ ഏരിയ ഇല്ല. അപ്പോൾ പാർക്കിൽ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇത് കഴിക്കാണെങ്കിൽ ഇരുന്നിട്ട് കുറച്ച് നേരം എല്ലാകുമ്പോൾ ഇങ്ങനെ വിശക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെ ഇത് മിസ്സായി എന്ന് വിചാരിച്ച്. എന്തെങ്കിലും കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷേ ചില ലൊക്കേഷൻ ഉണ്ടാവും നമുക്ക് എത്തിയിട്ടാകുമ്പോൾ ഒരു എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനാണ് അവിടെ. ലൈക്ക് ഫുള്ള് ഗ്രീനറി ആയിട്ട് സ്ട്രീറ്റിൻ്റെ സൈഡ് തന്നെ അപ്പുറത്ത് തന്നെ വെഹിക്കിൾസ് എല്ലാം പോകുന്നുണ്ട്. മെയിൻ റോഡ് തന്നെ ഉണ്ട്, നല്ല ബിസി റോഡുണ്ട്. സ്റ്റിൽ കുറച്ചിങ്ങനെ നമ്മൾ ബാക്ക് സൈഡായിട്ട് വരുമ്പോൾ ഫുള്ള് ട്രീസാണ്. ട്രീസ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്കിങ്ങനെ നമ്മളെ നാട്ടിൽ തോട്ടത്തിൻ്റെ ഉള്ളിലെല്ലാം നടക്കുമ്പോൾ ഒരു ഫീലാവില്ലേ, ഫുള്ളിങ്ങനെ തായോളം ലീവ്സ് എല്ലാം ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ കുണിഞ്ഞിട്ടെല്ലാം നടന്നിട്ട് പോകുന്നത്. അപ്പോൾ ആ മാതിരി ഒരു ലൊക്കേഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അടിങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നിട്ടാകുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അങ്ങനെ പിന്നെ ഈ ഐറ്റം റാപ്പ് എടുത്തിട്ട് ഞങ്ങൾ അടഞ്ഞ് ഇരുന്നിട്ട് കഴിച്ച്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞെങ്കിലും പാർക്കിൽ പോയാലുണ്ടാകുന്നൊരു സംഭവമാണ് പൂച്ച. എത്ര പൂച്ച ഉണ്ടായിന്. അപ്പോൾ ഈ പൂച്ചനെ കണ്ടെങ്കിൽ സായിക്ക് പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. എനിക്ക് വേറൊന്നും വേണ്ട. പൂച്ചനെ കണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ബാക്കിലെ പായലാണ്. അതേലെ പോയെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് പോയി അതിനെ പിടിക്കാൻ നോക്കലും അതിൻ്റെ തല തൊടലും മേത്ത് തൊടലും അതിൻ്റെ വാല് വലിക്കലും
ഇതെല്ലാമാണ് എൻ്റെ പണി. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ചെറുതുണ്ടാകുമ്പം എന്നെ പൂച്ച അറ്റാക്ക് ആക്കിന്. എൻ്റെ മോളെ ഇഷാനിയും ചെറുതല്ല കുറച്ച് മുന്നേ നാട്ടിലുണ്ടാകുമ്പോൾ ഒരിക്കൽ പൂച്ച അറ്റാക്ക് ആക്കിയിട്ട് കുറേ ഇങ്ങനെ വാക്സിനെല്ലാം എടുക്കേണ്ടി വന്നിന്. അതുകൊണ്ട് എനിക്ക് ഈ പൂച്ചനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. ഈ ചെക്കനിൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട്. ഓൻ എത്ര വട്ടം പിടിച്ചിട്ട് ഇപ്പുറം കൊണ്ടുവന്നെങ്കിലും ഓൻ അത് ഏടിയുണ്ട് നോക്കിയിട്ട് പോകുന്നുണ്ടായിന്. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാലില്ലേ നല്ല എന്താ പറയുക വർക്കൗട്ട് ചെയ്യാനെല്ലാം നല്ലൊരു ലൊക്കേഷൻ. കാരണം ഇഷ്ടംപോലെ നടക്കാനുള്ള പ്ലേസ് ഉണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് ബോഡിക്ക് വർക്കൗട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പുറത്തായിട്ട് നല്ല ഗ്രാസും അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് സെൽഫായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ പോയിട്ട് വൈകുന്നേരം ഇരിക്കാൻ ഒരു നല്ല ലൊക്കേഷനാണ്. ലൈക്ക് ഒരു ഉള്ളിലായിട്ട് നമ്മളിങ്ങനെ പാർക്കിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തായിട്ടൊന്നുമില്ലല്ലോ, ഒരു ഉള്ളിലായപ്പോലല്ലേ. ഇതങ്ങനെയല്ല, നല്ല ഉണ്ടായിന്. അങ്ങനെയെല്ലാം ആകുമ്പോഴേക്ക് ഇതാ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് പിന്നെ ഇതാ പള്ളി പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ പുറത്തേക്ക് പോയി. പിന്നെ നെക്സ്റ്റ് പരിപാടി ഷോപ്പിംഗ് ആണ്. ഷോപ്പിംഗ് ഇല്ലാത്ത പിന്നെ ഒരു വീക്കെൻഡ് കടന്നു പോവല്ല. അത് ചിലപ്പോൾ ഗ്രോസറി ആവും, ചിലപ്പോൾ ഡ്രസ്സായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു മാൻഡറ്ററി ആണ് നമുക്ക് വീക്കെൻഡ് ആകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനുണ്ടായിന് ഞങ്ങളെ ഫേവറേറ്റ് ലൊക്കേഷനായ മാക്സിലേക്കാണ്. അപ്പോൾ ഗൾഫ് മാളിലുള്ള മാക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരമാണ് റൂമിൽ നിന്ന്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വേറൊരു ആവശ്യത്തിന് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ മാക്സിലേക്കാണ് പോയത്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംഭവിച്ചൊരു ചെറിയൊരു ആക്സസറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ മനസ്സിലായിരോട്ടം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോയതാണ്. ഒരു ആക്സസറി മാത്രം എന്ത് ചാടെ പോയിട്ട് ആ ട്രോളി എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാണ്ട് എന്തെല്ലോ പർച്ചേസ് ആക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺട്രോൾ ആക്കിയിട്ടാണ് ഞാൻ അടുത്തേക്ക് പോയത്. പിന്നെ അവിടെ എത്തുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, പിന്നെയും ഓഫർ ഇട്ടിട്ടുണ്ട്. ഓഫർ എന്ന് പറഞ്ഞെങ്കിലും നല്ല റേറ്റിന് കുറവുണ്ടായിന്. എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ ഒരു ഓഫർ എന്ന് പറഞ്ഞിട്ട് ഈ ഇയർലി 12 months ഓഫർ കൊടുക്കുന്നുണ്ടാണ്. ഞാൻ എപ്പെല്ലാം അവിടെ പോകുന്നുണ്ട് അപ്പെല്ലാം അവിടെ ഓഫറുണ്ട്. ഓഫർ എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സർപ്രൈസിങ് ഓഫറായിപ്പോയി. ഞാനൊരു 10 റിയാലിൻ്റെ സാധനം, അതായത് 20 റിയാലിൻ്റെ സംതിങ് സാധനം ഞാൻ 10 റിയാൽക്ക് വാങ്ങിയ കൗണ്ടറിൽ എത്തിയിട്ട് ബില്ലെല്ലാം അടിച്ചു നോക്കുമ്പോഴേക്കുണ്ട് പിന്നെയും ഡിസ്കൗണ്ട് ആയിട്ട് എനിക്ക് 5 റിയാൽക്ക് കിട്ടിയ ഒരു സംഭവം. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ 2-3 സാധനം എടുക്കാതിനെന്ന്. പിന്നെ അത്ര എമർജൻസി ആയിട്ടൊന്നും പർച്ചേസ് ചെയ്യാനില്ല ഞങ്ങൾക്ക് അവിടെ. പിന്നെ വെറുതെ എന്തിനാട് നിന്നിട്ട് ഇങ്ങനെ വെട്ടം തിരിയുന്നതെന്ന് വിചാരിച്ചിട്ട് നംഷിനെ വീയും സാധനവും കൊടുത്തിട്ട് കൗണ്ടറിലേക്ക് അയച്ച്. പിന്നെ എന്തായാലും അവിടെ വരെ പോയല്ലേ. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ പിന്നെ എന്തെല്ലാം ഓഫറുണ്ട്, എങ്ങനെയെല്ലാം ഓഫർ നോക്കാതെ മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ സെക്ഷനിലും റൗണ്ട് ഇട്ടിട്ട് നോക്കി, ലൈക്ക് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഐറ്റംസിന് ഓഫറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം അവർ പിന്നെയും പുതിയ സ്റ്റോക്കെല്ലാം ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ആ കണ്ട അതേ ഐറ്റംസ് ആയിരിക്കും ഡെയിലി. ലൈക്ക് അതിൻ്റെ തന്നെ ഓരോരോ കളേഴ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ പോയിട്ട് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ സ്റ്റോക്കെല്ലാം ഒന്ന് ഒരു റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. അതായത് കാണുമ്പോൾ നമുക്കൊന്ന് ഇഷ്ടപ്പെടുന്ന പോലത്തെ കുറച്ച് സ്റ്റോക്കെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാ സെക്ഷൻസിലേക്കും അങ്ങനെ പോയിട്ട് നോക്കിയിട്ടാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന അവിടെ തന്നെ ലേഡീസ് സെക്ഷൻ ആയതുകൊണ്ട് ഒന്ന് അതിൽ റൗണ്ട് ഇട്ട് നോക്കി. അപ്പോൾ നല്ല പുതിയ സ്റ്റോക്കെല്ലാം ഉണ്ട്. കുറേ കോഡ് സെറ്റെല്ലാം പുതിയ സ്റ്റോക്ക് ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മുന്നേ ഇറക്കിയെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഇപ്പാണ് കണ്ടത്. അങ്ങനെ പിന്നെ ഇതാ ചെറിയ ഷോപ്പിംഗ് ഒന്നും ചെയ്യാണ്ടായത്, അത് കംപ്ലീറ്റായി. പിന്നെ ഗൾഫ് മാൾ അത്യാവശ്യം ഒരു വലിയ മാളായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറച്ച് നടക്കാനെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് പുറത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലതാണത് ഇങ്ങനെ മാളിൽ എടങ്ങ് പോകാനാണ്. കാരണം തണുപ്പല്ലേ ഉള്ളിൽ നിൽക്കുന്നത്. അങ്ങനെ ഇതാ പിന്നെ കുറച്ച് നേരം ആടെല്ലാം റൗണ്ട് ഇട്ട് ഇനി പിന്നെ പ്രത്യേകിച്ചിട്ട് കാര്യമായ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് വിട്ട്. അപ്പോൾ എന്താ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.
കീപ് സപ്പോർട്ടിങ്.